അന്ന് നവംബർ 14, 2024 ഗുജറാത്തിലെ ഉദ്വാഡ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ആളുകൾ ഓരോരുത്തരുടെ ജോലിയും തനതായിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിക്ക് മാത്രം അങ്ങനെ ഇരിക്കാൻ സാധിച്ചില്ല. അതിനുള്ള കാരണം ട്യൂഷൻ പോയ അവരുടെ 19 വയസ്സുള്ള മകൾ എത്ര ഇരുട്ടിയിട്ടും വീട്ടിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ആ പെൺകുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പാരൻസ്. പക്ഷേ ആ പെൺകുട്ടിയുടെ ഫോണ് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ പേരൻസ് ആ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞത് അവൾ ട്യൂഷൻ കഴിഞ്ഞ് നേരത്തെ തന്നെ വീട്ടിലേക്ക് പോയല്ലോ, മാത്രമല്ല അവൾ പോകുമ്പോൾ തൻ്റെ കൂടെയാണ് ഫോണിൽ സംസാരിച്ച് വന്നതെന്നും പെട്ടെന്ന് തന്നെ ആ ഫോൺ കോൾ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്തു എന്ന് ആ ഒരു പെൺകുട്ടി ആ പേരൻസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇതിൽ ഭയം തോന്നിയ പേരൻസ് ആ പെൺകുട്ടി ട്യൂഷൻ പോകുന്ന വഴികളിൽ അന്വേഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീടും ആ ട്യൂഷൻ സെൻറ്ററിനും ഇടയ്ക്ക് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അത് കഴിഞ്ഞ് ഒരു റെയിൽവേ ക്രോസ് കടന്നതിന് ശേഷമാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകേണ്ടത്. അങ്ങനെ ആ പെൺകുട്ടിയെ റെയിൽവേ പരിസരത്തൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ഒരു ചെരുപ്പ് നിലത്ത് കിടക്കുന്നത് അവർ കാണുകയാണ്. ആ ചെരുപ്പ് ആ പെൺകുട്ടിയുടേതാണ് എന്ന് കൺഫേം ചെയ്ത അവർ ഇത് കണ്ടതും ഭയപ്പെടാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ആ ചെരുപ്പ് കിട്ടിയതിൻ്റെ അടുത്ത് ചെറിയൊരു വഴിയും പോകുന്നുണ്ട്. ആ വഴി പോകുന്നത് കാട് പോലെയുള്ള ഒരു തോട്ടത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ പോയി അന്വേഷിക്കുകയാണ്. അപ്പോൾ കുറച്ചു ദൂരെ ഒരു മരത്തിന്റെ അടിയിൽ ആരോ കിടക്കുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. മനസ്സിൽ ഭയത്തോടെ അവർ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോയ അവർക്ക് വലിയൊരു ഷോക്കായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അത് ട്യൂഷൻ പോയ അവരുടെ മകളായിരുന്നു. സംസാരവും അനക്കവും ഇല്ലാതെ മരിച്ചു കിടക്കുകയാണ്. ആ ബോഡി കണ്ടതും ആ പേരൻസ് പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. ഇതറിഞ്ഞപ്പോൾ പോലീസ് ഉടനെ തന്നെ ക്രൈം സീനിലേക്ക് വരികയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ ബോഡി അട്ടോപ്സി ചെയ്യാൻ അയക്കുകയാണ്. കൂടാതെ ഇൻവെസ്റ്റിഗേഷനും ആരംഭിക്കുകയാണ്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച പോലീസുകാർക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ട്വിസ്റ്റാണ് ഈ കേസിൽ നിന്നും ഉണ്ടായത്. മാത്രമല്ല ട്രെയിനിൽ യാത്ര ചെയ്യാൻ നമ്മളെ പേടിപ്പെടുത്തുന്നതും സമൂഹത്തിൽ ഇതേപോലുള്ള കില്ലേഴ്സ് നമ്മുടെ കൂടെയാണ് ഉള്ളത് എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ആരാണ് കില്ലർ? എന്തിനു വേണ്ടിയാണ് ആ പെൺകുട്ടിയെ കൊന്നത്? ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഗുജറാത്തിൽ നടന്ന ഈ കേസ് ഒരേ ഒരു ക്ലൂ വെച്ച് ഗുജറാത്ത് പോലീസിന്റെ ബ്രില്യൻസിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫയൽസ്. വെൽക്കം ബാക്ക്. ഇപ്പോൾ ഒരു പെൺകുട്ടി മരിച്ചു എന്നറിയുമ്പോൾ ആ ഒരു സ്ഥലത്ത് ജനങ്ങൾ കൂട്ടമായി തന്നെ നിൽക്കും. അങ്ങനെ ആ കൂട്ടത്തിനെ മാറ്റി നിർത്തി പോലീസ് അവിടെയൊക്കെ അന്വേഷിക്കുകയാണ്. ക്രൈം നടന്ന സ്ഥലം പരിശോധിക്കുകയാണ്. അപ്പോൾ പോലീസിന് അവിടെ നിന്ന് ഒരു ബാഗ് കിട്ടുകയാണ്. മാത്രമല്ല ഒരു ജാക്കറ്റും കിട്ടുന്നുണ്ട്. ഇതുപയോഗിച്ച് പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ബാഗും ജാക്കറ്റും പോലീസുകാർ കളക്ട് ചെയ്യുന്നത് അവിടെയുള്ള ജനങ്ങൾ കാണുകയാണ്. പക്ഷേ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് മാത്രം ഇപ്പോൾ വിയർക്കാൻ തുടങ്ങുകയാണ്. അത് വേറെ ആരുമല്ല, യെസ്, കില്ലർ തന്നെ. പോലീസ് ബാഗും ജാക്കറ്റും കണ്ടുപിടിച്ചത് കണ്ട ജനങ്ങളുടെ കൂടെ നിന്ന കില്ലർ ഇനി ഇവിടെ നിന്നാൽ പണി കിട്ടുമെന്നറിഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം ആ പെൺകുട്ടിയുടെ അട്ടോപ്സി റിപ്പോർട്ട് പോലീസിന് വരികയാണ്. അതിൽ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിയാണ് ആ പെൺകുട്ടി മരിച്ചത്. മാത്രമല്ല മരിക്കുന്നതിന്റെ മുൻപും ശേഷവും ആ പെൺകുട്ടിയെ കില്ലർ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും അട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നു. ഇപ്പോൾ ക്രൈം സീനിൽ കിട്ടിയ ആ ബാഗിൽ എന്താണ് ഉള്ളത് എന്ന് പോലീസ് പരിശോധിക്കുമ്പോൾ അപ്പോൾ അതിൽ 3 ടീഷർട്ട് ഉണ്ടായിരുന്നു, 2 പാൻറ് ഉണ്ടായിരുന്നു, ഒരു മൊബൈൽ ചാർജർ ഉണ്ടായിരുന്നു. ഇത് കണ്ട് പോലീസ് കില്ലർ വേറെ നാട്ടുകാരനായിരിക്കുമെന്നും സംശയിക്കുകയാണ്. മാത്രമല്ല ആ റെയിൽവേ സ്റ്റേഷനിലുള്ള CCTV എല്ലാം പോലീസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ആ ജാക്കറ്റ് ഇട്ട് ഒരു വ്യക്തി, അതേ ജാക്കറ്റ് ഇട്ട് ഒരു വ്യക്തി ആ ഒരു റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോകുന്നത് പോലീസുകാർ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ പോലീസുകാർക്ക് മുഖം ക്ലിയർ അല്ലാത്തതിനാൽ അടുത്തുള്ള സ്റ്റേഷനുകളിലെ CCTV എല്ലാം, അതായത് 2000-ൽ പരം വരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അതിലൊരു ഫുട്ടേജിൽ കറക്റ്റായിട്ട് കില്ലറിനെ ഐഡന്റിറ്റി ചെയ്യുകയാണ്. അതിൽ കില്ലറിന്റെ ഫേസ് തെളിവായിട്ട് പോലീസുകാർ കാണുകയാണ്. ആ ഫുട്ടേജ് പോലീസ് ക്ലിയർ ആയിട്ട് പരിശോധിക്കുന്ന സമയത്താണ് പോലീസ് വേറൊരു കാര്യം നോട്ട് ചെയ്യുന്നത്. എന്താണെന്നാൽ കില്ലർ നടക്കുമ്പോൾ ഇടത്തേക്കാല് കുറച്ച് ചെരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ കില്ലർ ഒരു അംഗവൈകല്യമുള്ള ആളാണെന്ന് പോലീസുകാർ സംശയിക്കുകയാണ്. മാത്രമല്ല ആ ഒരു ഫുട്ടേജിലുണ്ടായിരുന്ന ഫേസ് എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചു കൊടുത്തിട്ട് ഇതിനു മുൻപ് ഇവന്റെ പേരിൽ എന്തെങ്കിലും ക്രൈം കേസുകൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുകയാണ്.
അങ്ങനെ പരിശോധിക്കുമ്പോൾ ഗുജറാത്തിലെ ഒരു ജയിലിലും ഇവൻ കിടന്നിട്ടില്ല എന്ന് അറിയാൻ സാധിക്കുകയാണ്. അങ്ങനെ ഗുജറാത്ത് പോലീസ് കില്ലറിനെ തീവ്രമായി അന്വേഷിക്കുന്ന സമയത്ത് നവംബർ 19, അതായത് ആ സംഭവം നടന്ന് 5 ദിവസം കഴിഞ്ഞ് വെസ്റ്റ് ബംഗാളിലെ ചതിഹാർ എക്സ്പ്രസിൽ ഒരു മൃതദേഹം കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോലീസിന് ഒരു ഇൻഫർമേഷൻ വരികയാണ്. ഇപ്പോൾ അവിടെ പോയിട്ട് പോലീസ് അതാരാണ് മരിച്ചതെന്ന് അന്വേഷിക്കുന്ന സമയത്ത് കലാകാരനായിട്ടുള്ള സൗമിത്ര ചാറ്റർജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. മാത്രമല്ല അത് അംഗവൈകല്യമുള്ള ഒരാളായിരുന്നു. ഒരു പരിപാടി കഴിഞ്ഞിട്ട് അതേ ട്രെയിനിൽ ഡിഫറെന്റ് ഏബിൾ കോച്ചിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാൾ കൊല്ലപ്പെടുന്നതും അയാളുടെ പക്കലുണ്ടായിരുന്ന ലഗേജ്, പണം, മൊബൈൽ ഫോൺ എല്ലാം മോഷ്ടിക്കപ്പെടുന്നതും. ഇതുകൊണ്ട് തന്നെ മോഷണത്തിന്റെ ഇടയിൽ നടന്ന ഒരു കൊലപാതകമായിരിക്കാം എന്നും പോലീസ് തിങ്ക് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് വേറൊരു പോലീസ് ടീമാണ്. മാത്രമല്ല ഇത് വേറൊരു സ്റ്റേറ്റിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. കില്ലർ ആ കലാകാരന്റെ മൊബൈൽ മോഷ്ടിച്ചു കൊണ്ടുപോയതിനാൽ ആ ഒരു ഫോൺ ട്രേസ് ചെയ്യുകയാണ് പോലീസ്. അപ്പോൾ ആ മൊബൈൽ സിഗ്നൽ ടവർ ആദ്യം ആന്ധ്രയിലാണ് കാണിച്ചത്, പിന്നെ തമിഴ്നാട്ടിലുള്ള സേലത്തും. അതേസമയം ആ 19 വയസ്സുള്ള പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് പോലീസ് ആ കില്ലറുടെ ഫേസ് വെച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവൻ സൂറത്ത് ജയിലിലുണ്ടായിരുന്ന ഒരു ജയിൽ പുള്ളിയാണ് എന്നും അവന്റെ പേര് രാഹുൽ എന്നും 30 വയസ്സാണ് അവന്റെ പ്രായമെന്നും മാത്രമല്ല അവൻ ഹരിയാന സ്വദേശിയാണെന്നും പോലീസ് കണ്ടുപിടിക്കുകയാണ്. ഇത് മതി അവനെ പൂട്ടാനെന്ന് പറഞ്ഞ് പോലീസ് അവനെ അന്വേഷിക്കുകയാണ്. പക്ഷെ അവന്റെ ലൊക്കേഷൻ പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ തന്നെ ഒരു 5 ദിവസം കൂടി കടന്നു പോവുകയാണ്. അത് നവംബർ 24, അതായത് ഫസ്റ്റത്തെ സംഭവം നടന്ന് 10 ദിവസവും രണ്ടാമത്തെ സംഭവം നടന്ന് 5 ദിവസം കഴിഞ്ഞ് കർണാടകയിലെ മധുഗുരു എക്സ്പ്രസിൽ ഒരു പെണ്ണിന്റെ മൃതദേഹം കിടക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിന് ഒരു ഇൻഫർമേഷൻ വരികയാണ്. അങ്ങനെ ക്രൈം സീനിലേക്ക് പോയ കർണാടക പോലീസ് 46 വയസ്സുള്ള രമണമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ് മരിച്ചതെന്നും ഹൈദരാബാദിലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് കൊലപാതകം നടന്നുവെന്നും അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം, പണം, മൊബൈൽ ഫോണ് എല്ലാം മോഷ്ടിച്ചിട്ട് ആ പെണ്ണിന്റെ ബോഡി സീറ്റിന്റെ അടിയിൽ വെച്ചിട്ടാണ് കൊലയാളി രക്ഷപ്പെട്ടതെന്നും പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസ് ആ സ്ത്രീയുടെ ട്രെയിൻ ടിക്കറ്റ് പരിശോധിക്കുമ്പോഴാണ് ആ സീറ്റ് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയിരുന്നു. പക്ഷേ ആ സ്ത്രീ കയറിയത് ഡിഫറെന്റ് ഏബിൾ കോച്ചിലായിരുന്നു. അങ്ങനെ ഈ കൊല ചെയ്ത കൊലയാളിയെ കർണാടക പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 3 കൊലപാതകം ചെയ്തത് ഒരാളാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഈ 3 കൊലപാതകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ടീമുകൾക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല 19 വയസ്സുള്ള പെൺകുട്ടിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഗുജറാത്ത് പോലീസ് ടീം ഈ കേസ് 75% കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതായത് കില്ലറിന്റെ അടുത്ത് അവർ എത്താറായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുജറാത്ത് പോലീസ് കില്ലറിനെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പോലീസ് അവനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ എല്ലാവരും ഷോക്കായി പോവുകയാണ്. കാരണം ഗുജറാത്ത് പോലീസ് ആ 19 വയസ്സ് കുട്ടിയെ കൊല്ലതിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ പിടിച്ചതെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത് കുറെ പേരെ ഇയാൾ കൊന്നിട്ടുണ്ടായിരുന്നുവെന്ന്. മാത്രമല്ല ഇത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പോലീസുകാർ അന്തം വിടുകയാണ്. 30 വയസ്സുള്ള രാഹുൽ എന്തിനു വേണ്ടിയാണ് ഈ കൊലകൾ ചെയ്തതെന്ന പോലീസിന്റെ ചോദ്യത്തിന് അവൻ പറഞ്ഞ ഷോക്കിംഗ് ആയിട്ടുള്ള മറുപടി ഇതായിരുന്നു. തന്റെ 5ാം വയസ്സിൽ രാഹുലിന് പോളിയോ ബാധിച്ചത് കാരണം തന്റെ ഇടത്തേക്കാല് കുറച്ച് ചെരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ കളിയാക്കുന്നതിനെ തുടർന്ന് 5ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പും നിർത്തുകയാണ്. അങ്ങനെ കാലം കടന്നു പോവുകയാണ്. രാഹുലും വലിയവനായി. അപ്പോഴാണ് രാഹുലിന് ലോറി ഡ്രൈവർ ആകണമെന്നൊരു ആഗ്രഹം വരുന്നത്. അതിനുവേണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവുകയാണ്. പക്ഷെ കാലിലുള്ള പ്രശ്നം കാരണം അത് നടക്കാതെ പോവുകയാണ്. അപ്പൊ തോന്നിയ ഒരു ദേഷ്യവും വെറുപ്പും രാഹുലിനെ ഒരു ലോറി മോഷ്ടാവാക്കുകയാണ്. ഇതിന്റെ പേരിൽ കുറേയധികം ജയിലിലും രാഹുൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, പിന്നീട് രാഹുലിന് ക്രൈം ചെയ്യാനുള്ള ഒരു ധൈര്യം വരികയാണ്. തന്നെ ഒരു സീരിയൽ കില്ലറായി അയാൾ മാറുകയാണ്. അത് ഒക്ടോബർ 20, 2024 തെലങ്കാന പൂനെ ടു കന്യാകുമാരി എക്സ്പ്രസിൽ അംഗവൈകല്യമുള്ളവർ ട്രാവൽ ചെയ്യുന്ന കോച്ചിൽ ഒരു ഇടത്തരം വയസ്സുള്ള ഒരു സ്ത്രീ കയറുകയാണ്. ഇതേപോലുള്ള കോച്ചുകളിൽ സാധാരണ അധികം ആളുകൾ ഉണ്ടാകാൻ ഇടയില്ല. അങ്ങനെയാണ് അന്നത്തെ ദിവസവും ഉണ്ടായിരുന്നത്. അത് അവൻ മുതലെടുത്ത് ആ പെണ്ണുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയാണ്. ആ പെണ്ണും അവനുമായി നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചു വന്നിരുന്നതും. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇവൻ ആ പെണ്ണിന്റെ കഴുത്ത് ഞെരിക്കുകയാണ്. ആ സ്ത്രീയും പരമാവധി ഇവനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞതും ആ സ്ത്രീ മരിക്കുകയാണ്. ആ സ്ത്രീ മരിച്ചെന്ന് കൺഫേം ചെയ്ത ഇവൻ ആ സ്ത്രീയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ആ സ്ത്രീയുടെ പക്കലുണ്ടായിരുന്ന ലഗേജ്, പണം, ഗോൾഡ്, മൊബൈൽ എല്ലാം മോഷ്ടിക്കുകയാണ്. എന്നിട്ട് ആരും അറിയാത്തതുപോലെ അവിടെ നിന്നും അവൻ പോവുകയാണ്. അതിനുശേഷം അടുത്ത സംഭവം നടന്നത് ഈ സംഭവം നടന്ന് 5 ദിവസം കഴിഞ്ഞ്, അതായത് ഒക്ടോബർ 25-ാം തീയതി ബാംഗ്ലൂർ ടു മുരുടേശ്വരം പോകുന്ന എക്സ്പ്രസിൽ ഇതേ അംഗവൈകല്യമുള്ളവർ കയറുന്ന കോച്ചിൽ ഇവൻ ഒരു 60 വയസ്സുള്ള ഒരു വ്യക്തിയോട് സിഗരറ്റ് ചോദിക്കുകയാണ്. അയാൾ തരില്ല എന്ന് പറഞ്ഞത് ഇവനക്ക് ഭയങ്കര ഹേറ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് അയാളെ കൊന്നതും അയാളുടെ പക്കലുണ്ടായിരുന്നത് മോഷ്ടിച്ചത് എന്നും ഇവൻ പോലീസിനോട് പറയുകയാണ്.
അതിനുശേഷമാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ നവംബർ 14 തീയതി ട്യൂഷൻ പോയ ആ 19 വയസ്സുള്ള പെൺകുട്ടിയെ കൊല ചെയ്യുന്നത്. ഉദ്വാഡ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു രാഹുൽ. അപ്പോഴാണ് ട്യൂഷൻ പോയിട്ട് വരുന്ന ആ പെൺകുട്ടി ഇവനെ ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടയുടൻ ഇവനക്ക് ആ പെൺകുട്ടിയോട് കാമം തോന്നുകയാണ്. മറ്റൊന്നും ആലോചിക്കാതെ ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് ഇവൻ പോവുകയാണ്. ആ പെൺകുട്ടി തന്റെ ഫ്രണ്ടുമായിട്ട് ഫോണിൽ സംസാരിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഇവൻ ഫോളോ ചെയ്യുന്നത് ആ പെൺകുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഇരുട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി റെയിൽവേ ക്രോസ് എത്തുന്ന സമയത്ത് അവിടെ ആരുമില്ല എന്ന് കൺഫേം ചെയ്ത ഇവൻ ആ പെൺകുട്ടിയെ വലിയൊരു കല്ലുപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. അതിൽ എന്താണ് നടന്നതെന്ന് പോലും അറിയാതെ ആ പെൺകുട്ടി നിലത്തി വീഴുകയാണ്. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ ഫോൺ കോൾ ഡിസ്കണക്ട് ആവുന്നത്. ആ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവൻ ആ ഫോണ് അവന്റെ പോക്കറ്റിൽ ഇടുകയാണ്. എന്നിട്ട് ഇവൻ ആ പെൺകുട്ടിയുടെ വായ പൊത്തിയിട്ട് അടുത്തുള്ള തോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ ചെരുപ്പ് അവിടെ വീഴുന്നത്. പക്ഷെ അത് ഇവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവന്റെ മൊത്ത ശ്രദ്ധയും ആ പെൺകുട്ടി ശബ്ദമുണ്ടാക്കരുത് എന്നതായിരുന്നു. അങ്ങനെ തോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയ ആ പെൺകുട്ടിയെ ഇവൻ കഴുത്ത് ഞെരിക്കുകയാണ്. അതിൽ മയങ്ങിപ്പോയ ആ പെൺകുട്ടിയെ ഇവൻ റേപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നീട് മയങ്ങി കിടക്കുന്ന ആ പെൺകുട്ടിയെ ഇവൻ കൊല ചെയ്യുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഇവൻ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അവസാനം അവന്റെ എല്ലാ ഊർജവും പോയതിനാൽ ഉടനെ അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ ഒരു കടയിൽ നിന്നും പാൽ, ജ്യൂസ്, ഫ്രൂട്ട് സലാഡ് എല്ലാം വാങ്ങിക്കഴിച്ച് അവന്റെ ടയേർഡ് മാറ്റുകയാണ്. അങ്ങനെ അവൻ ആ കടയിൽ നിന്നും ജ്യൂസ് കുടിക്കുന്നത് പോലീസുകാർക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയെ അവൻ എവിടെയാണ് ഇട്ടത് അവിടേക്ക് പിന്നെയും പോവുകയാണ്. ബിക്കോസ് രാഹുലിന് ആ പെൺകുട്ടിയോടുള്ള കാമം മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ധൈര്യപൂർവ്വം അവിടേക്ക് പോവുകയാണ്. അവനുള്ള ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് ആരും അത്ര പെട്ടെന്ന് പോകില്ല എന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവന്റെ ബാഗ് അവിടെ വെച്ചിട്ട് വന്നത്. അങ്ങനെ പോയ അവനക്ക് അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവൻ അവിടെ എത്തുമ്പോഴേക്കും കുറെ അധികം ജനങ്ങളും പോലീസും അവിടെ ഉണ്ടായിരുന്നു. ഇനി തന്റെ ബാഗും ജാക്കറ്റും എടുക്കുന്നത് ബുദ്ധിയല്ല, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത ട്രെയിൻ കയറി രക്ഷപ്പെട്ടു പോവുകയാണ്. അതിനുശേഷമാണ് വെസ്റ്റ് ബംഗാളിലെ ആ ഒരു കലാകാരനെ കൊന്നതും കർണാടകയിലെ രമണമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെ കൊന്നതെന്നും പോലീസിനോട് ഇവൻ പറയുകയാണ്. ഇവൻ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, വെസ്റ്റ് ബംഗാൾ ഈ 4 സ്റ്റേറ്റിലും കൊലകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് ചെയ്തിരിക്കുന്നത് 1 മാസം കാലയളവിലാണ്. പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവൻ കൊലകൾ ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരുന്നേനെ. ഇവൻ കൊല ചെയ്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിലും ഇവന്റെ പേരിൽ കേസ് ഫയൽ ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല ഇത് റീസെന്റ് ആയിട്ട് നടന്ന ഒരു സംഭവമായതിനാൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സീരിയൽ കില്ലറുടെയും പോലെ ഇവന് ഒന്നുണ്ട്. അത് ഓരോ ക്രൈമിനും 5 ദിവസം ഗ്യാപ്പാണ്. അതായത് ആദ്യത്തെ കൊല ചെയ്തത് ഒക്ടോബർ 20-ാം തീയതി, പിന്നെ രണ്ടാമത്തെ കൊല ചെയ്തത് ഒക്ടോബർ 25-ാം തീയതി, പിന്നീട് മൂന്നാമത്തെ കൊല ചെയ്തത് 19 വയസ്സുള്ള പെൺകുട്ടിയെ കൊന്നത് നവംബർ 14-ാം തീയതി, പിന്നീട് 4-ാമത്തെ കൊല ചെയ്തത് നവംബർ 19-ാം തീയതി, 5-ാമത്തെ കൊല ചെയ്തത് നവംബർ 24-ാം തീയതി. ഇതിൽ എൻ്റെ ഒരു നിഗമനം 2-ാമത്തെ കൊല നടന്നതിൻ്റെയും 3-ാമത്തെ കൊല നടന്നതിൻ്റെയും ഇടയിൽ ഒരു 20 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 30, നവംബർ 4, നവംബർ 9 ഈ ദിവസങ്ങളിൽ ഇതേപോലുള്ള മർഡറുകൾ നടന്നിട്ടുണ്ടാകാൻ സാധ്യത ഏറെയാണ് എന്നാണ് എൻ്റെ ഒരു സംശയം. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ പറയുക. ഈ വീഡിയോ കണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റിൽ പറയുക. മാത്രമല്ല നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.